കേസറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഫംഗസിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ അറിയണം. അത് മാത്രമല്ല നമ്മുടെ ഡിജിറ്റൽ സ്റ്റോറേജ് ഡിവൈസുകൾ പോലെ അല്ല ഈ VCRൽ ഇടുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പുകൾ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ടേപ്പുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് സർഫസ്, വളരെ തിക്നെസ് കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ, മൈലാറണ മെറ്റീരിയൽ, അതിൽ ഈ മാഗ്നറ്റിക് കണ്ടൻറ്റ് കോട്ട് ചെയ്തിരിക്കുകയാണ്. അതിലാണ് ഈ വീഡിയോ ഇൻഫർമേഷൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് ഈ ഫിലിം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ഡാമേജുകൾ വരും. ഫിസിക്കൽ ഡാമേജുകൾ പല രീതിയിലും ഉണ്ട്. ഒന്ന് നമ്മുടെ കൈ കൊണ്ട് പിടിച്ചിട്ട് പോവുക, പിന്നെ VCR കണ്ടീഷനില്ലാത്ത അലൈൻമെൻറ്റൊക്കെ മാറിയുള്ള VCRലൊക്കെ ഈ കേസറ്റ് അനാവശ്യമായി പ്രോപ്പർ മെത്തേഡിലല്ലാതെ കുത്തി കയറ്റി എഡ്ജസൊക്കെ മടങ്ങി പോകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കേസറ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പല സ്ഥലത്തും കൊടുത്ത് പറ്റിപ്പോയതാണ്. ബോധപൂർവം എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ടേപ്പിൽ VHSൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, 3 ഇൻഫർമേഷനാണ് പോകുന്നത്. മേളിലായിട്ട് ഓഡിയോ സിഗ്നൽ, ഇപ്പോൾ വീഡിയോ കേസറ്റ് എടുക്കുകയാണെങ്കിൽ എൻ്റെ മേൽഭാഗത്തായിട്ട് ഓഡിയോ സിഗ്നൽ, നടുക്കായിട്ടാണ് ഒരു ഹൊറിസോണ്ടൽ ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് വീഡിയോ ഇൻഫർമേഷൻ വരുന്നത്. ഏറ്റവും താഴെ ഒരു സിങ്ക് പൾസ് എന്ന് പറഞ്ഞിട്ട് വരും. ആ സിങ്ക് പൾസ് വരുന്ന ഭാഗം വളഞ്ഞു കഴിഞ്ഞാൽ VCRൽ എപ്പോഴും വെട്ടൽ തന്നെയായിരിക്കും, ട്രാക്കിംഗ് ഇഷ്യൂ വരും. അത് ആ സിങ്ക് പൾസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിംഗ് സിഗ്നലാണ്. അപ്പോൾ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെന്നുള്ള ഒരാളിന് മാത്രമേ ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ കയ്യിൽ കേസറ്റ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ കേസറ്റിൽ അബദ്ധത്തിൽ ഏതെങ്കിലും ടേപ്പ് റെക്കോർഡറിൻ്റെ മേളിലോ ഈ മാഗ്നറ്റ് ആയിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരികയാണെങ്കിൽ ഇൻഫർമേഷൻസ് ഇറേസ് ആയി പോകും. അങ്ങനെ പറ്റിയിട്ടുള്ള ചിലപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാവാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫംഗസ് ഒത്തിരി വന്നു കഴിഞ്ഞാൽ ഫംഗസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇപ്പം ആരുടെ കയ്യിലും പ്ലെയറുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ എവിടെയെങ്കിലും കൊണ്ടുകൊടുത്ത് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ആൽക്കഹോൾ പോലുള്ള സംഭവങ്ങൾ കൊണ്ട് ഇതിൻ്റെ സർഫസ് റബ്ബ് ചെയ്തിട്ട് പ്ലേ ചെയ്ത് വെട്ടലോടുകൂടി കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഒത്തിരി വർഷം പഴക്കം ചെന്ന കേസറ്റാണ്, ഒരിക്കലും അതിൽ നിന്ന് ഡാറ്റ എടുക്കാൻ കഴിയില്ല, ഇത്രയും കിട്ടിയത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്ലീഡ് ചെയ്യിപ്പിച്ചിട്ട് പറ്റിക്കപ്പെടാറുണ്ട്. അങ്ങനെ പോയ ഒരുപാട് കേസറ്റ് ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.